ഇന്ന് സ്കൂളിൽ പോവാ. എവിടെ ചെരുപ്പ് ഇവിടെ ഈ വെയിൽ ഒരു സംഭവം നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡമ്മിയിൽ. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒന്ന് ആട്ടിൽ നിർത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പുതിയ വീഡിയോ ഒന്ന് ആടാതിരിക്കും. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മങ്കട വീട്ടിലൊന്ന് പോയി, 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സുലുത്താൻ്റെ വീട്ടിൽ പോയി അല്ലേ, അത് തുടങ്ങി അവൻ്റെ പോസ്. സുലുവിൻ്റെ വീട്ടിൽ പോയി, അതും കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ഇതാ നമ്മൾ പട്ടാമ്പി വീട്ടിൽ തിരിച്ചെത്തി അല്ലേ. ഈ ഒരു 10 ദിവസം ഉണ്ടല്ലോ, എൻ്റെ ഫുൾ ഓട്ടമായിരുന്നു കേട്ടോ. ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അതിനുള്ള ഡ്രസ്സിന് കുറേ 2-3 ഡ്രസ്സുകൾ ഇങ്ങനെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും അപ്പം സമയത്തൊന്നും സെറ്റായില്ല. അങ്ങനെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് അവരുടെ ഡ്രസ്സ് കലിസ്റ്റ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞ വീഡിയോയിൽ എവിടുന്ന ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോൻ്റെ. സ്ഥിരമായിട്ട് എനിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്ന കലിസ്റ്റ ഷെയറാണ് എനിക്ക് ഇതും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2-3 ദിവസം മുന്നെയാണ് അവിടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ ഹറിബറിയായിട്ട് അവളും നല്ല തിരക്കിലും കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് അവളും തിരക്കിലായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് വിചാരിച്ച പോലെ അവൾക്കും ഡിസൈൻ ചെയ്ത് തരാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടാളും ഈ ഒരു പാറ്റേൺ അല്ല വിചാരിച്ചത്. ഏകദേശം ഇതാ ഇതേപോലത്തെ ഒരു ഡിസൈൻ ചെയ്യുക, ഹാൻഡ് വർക്ക് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ കമൻറ്റിൽ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതെല്ലാം എന്നിട്ട് പറയുന്നുണ്ട് അമ്മച്ചിനോട്. ഇപ്പോൾ കുഞ്ചൂസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഇതാ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒന്നാമത് ആ കളറിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇന്ന ആ കളറിൽ കണ്ട് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ആ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു പുതുമ അന്ന് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഗൈസ് രസമുണ്ടായിരുന്നോ? ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ അപ്പം അത് അന്നൊരുവിധം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കമൻറ്റിലൊക്കെ ഇഷ്ടപ്പെട്ടില്ല മീൻസ് അവരൊരു എൻഗേജ്മെൻറ്റിൽ ഇന്നെ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടായിരിക്കും വിചാരിച്ചത്. അപ്പോൾ അന്ന് ആ കളറിൽ കണ്ടപ്പോൾ ഒരു പുതുമ തോന്നിയില്ല എന്ന് പലരും പറഞ്ഞു. ഞാൻ എപ്പോഴും ഒരുങ്ങുന്ന ആളായതുകൊണ്ടും എപ്പോഴും പലതരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ടും അന്നത്തെ ദിവസം ഒന്നും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ എൻഗേജ്മെൻറ്റിന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഡ്രസ്സ് മോശമായിട്ടല്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം അല്ലാത്തതുകൊണ്ടും ഭയങ്കര നോർമലായി പോയോ എന്ന് തോന്നിയതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല വൃശ്ചികക്കാറ്റ് വീശുന്നുണ്ട്. മൈക്ക് വെക്കാൻ മറന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമൻറ്റിൽ കണ്ടപ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ മാലയാണെങ്കിൽ എനിക്ക് കുറച്ച് ഹെവി ആയി പോയോ എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ അത് കുറച്ചും കൂടി ചെറുതായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കിയോരയെന്നാണ്. കിയോരയിൽ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കിടക്കുന്ന വിചാരിച്ചു. കാരണം എനിക്ക് ഇവിടെ ഒന്നും അത്ര സൈസ് ഇല്ലല്ലോ, കഴുത്ത് കുറച്ച് ചെറുതല്ലേ. അപ്പോൾ പക്ഷെ കയ്യിൽ കിട്ടിയതും 2 ദിവസം മുന്നേ. പിന്നെ ഞാനത് അങ്ങനെ ഇട്ടു അങ്ങനെ. പക്ഷെ എനിക്ക് എൻ്റെ ലുക്ക് അന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവർക്കൊക്കെ താങ്ക്സ്. ഓക്കെ, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ നമ്മളിതാ വീണ്ടും ബാക്ക് ടു നമ്മളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ ലൈഫിലേക്ക്, സ്കൂളൊക്കെ ആയി. പിന്നെ സുഖമല്ല, സുഖം ഉണ്ടാവില്ല. ഇനി അടുത്ത് ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേക്ക് 2 പേരും ഡാൻസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. Not okay, all I want, and I pray, all I need are some better days. Me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me. പിന്നെ ഇപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞു ഡാൻസിന്റെ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാനതിന്റെ അൺബോക്സിങ് മങ്കട പോയപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് പ്രത്യേകിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം അവിടെ നവാസിന് എപ്പോഴും അവന് ഫുട്ബോൾ പ്ലെയർ അല്ലേ. അപ്പൊ അവന് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര എന്താ പറയാ, കയ്യിലും കാലിലൊക്കെ ഒരു പെയിന് മാറാനും ഒക്കെ ഉള്ള അടിപൊളി ബോഡി മസാജർ ആട്ടോ. അപ്പൊ ഞാൻ അവന് ജസ്റ്റ് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഒന്ന് കാണിച്ചു കേട്ടോ. ഈ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ യൂണിറ്റ് കേട്ടോ. അഗാരോ ആറ്റം ഇലക്ട്രിക് ഹാൻഡിൽഡ് ഫുൾ ബോഡി മസാജർ ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ 3 ഡിഫറെന്റ് മസാജ് ഹെഡ്സ് ഉണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുപോലൊരു പ്രൊട്ടക്റ്റീവ് മെഷ് ക്ലോത്ത് കവറും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ പുറത്ത് ഓൺ ഓഫ് ബട്ടണും ഉണ്ട്. പിന്നെ സ്പീഡ് കൺട്രോളും ഉണ്ട് കേട്ടോ. മസാജിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറക്കാനും പറ്റുന്ന. പിന്നെ ഇത് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ പ്ലഗ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കേബിളും ഉണ്ട്.
ഓരോ മസാജ് ഹെഡ്സിനും ഡിഫറെന്റ് ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് അനുഭവപ്പെടുക. ഇത് വേവി മസാജ് ഹെഡ് ആണ്, ഇത് ബോൾ മസാജ് ഹെഡ് ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഇതിന്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് മസാജ് ഹെഡ് ആണ്. ഇതിന്റെ ഹെഡ്സ് മാറ്റാനും അത് റീപ്ലേസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് അതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഊരി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് വേണ്ട ഹെഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ ഇന്റൻസിറ്റി കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു മസാജ് ചെയ്തൊരു എഫക്റ്റ് കിട്ടും. ഈ ഒരു ബോഡി മസാജർ ഭയങ്കര കോമ്പറ്റബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് കേട്ടോ. ഒത്തിരി കനമല്ല, എന്നാൽ ഒരു പാകത്തിനൊരു വെയിറ്റ് ഉണ്ട്, എന്നാലല്ലേ നമുക്ക് ആ ഒരു മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ കിട്ടുള്ളൂ. പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈ ഒരു മസാജ് ഹെഡിന്റെ പുറത്ത് ആ ഒരു മെഷ് കവർ ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി പാർട്സിലൂടെ ഒക്കെ. ഇത് അത്യാവശ്യം നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന മസിൽ പെയിൻസിനൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നന്നായിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക ശരീരത്തിൽ ഇത് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളത്. ഇത് നമ്മുടെ ഷോൾഡേഴ്സിൽ, നമ്മുടെ ആംസില്, അതുപോലെ തൈസില്, ലെഗില്, കാഫില്, പിന്നെ അതുപോലെ നമ്മുടെ ബാക്കില്, ഇവിടെയൊക്കെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്പൈനൽ കോഡ് വരുന്ന ഏരിയയിൽ മസാജ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി എല്ലാ ഏരിയയിലുള്ള പെയിൻ റിലീഫിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇതിപ്പോൾ അസോട്ടിനാണ് പാപ്പാക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് വരെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ബോൾസ് ഉള്ള ഹെഡില്ല, അത് വെച്ചിട്ടാണോ, അത് വെക്കുമ്പോഴാണ് ശരിക്കും ഭയങ്കര എഫക്റ്റ് അല്ലേ ഒരു പൊന്നോ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടും, അതുപോലെ സ്റ്റിഫ് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഫാറ്റിക് അതുപോലത്തെ പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ കിട്ടുക ആ ഒരു യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സർക്കുലേഷനൊക്കെ കൂടുന്നുണ്ട് തോന്നുന്നുണ്ട്. അസോട്ടിന് എന്തോ വൈരാഗ്യം തീർക്കുന്നുണ്ട്. നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആമസോണിന്റെ ലിങ്ക്. ഓ അപ്പത്തിനും അതിന്റെ അൺബോക്സിംഗും തുടങ്ങിയോ? ഇന്റർവെല്ലിന് എപ്പോഴും ഇങ്ങനെ ഓരോ സമ്മാനങ്ങൾ കൊടുത്തായിക്കോട്ടോ. എനിക്കാണെങ്കിൽ ഇത് അപ്പം അൺബോക്സ് ചെയ്യണോ? ഞാനൊന്ന് നോക്കട്ടോ. അയ്യോ ഡയറി കിട്ടി. നീ ഡയറി എഴുതാറല്ലോ, അതുകൊണ്ട് ഈ ഡയറി എനിക്ക്. ഞങ്ങൾ അടിയാട്ടോ ഇതിന്റെ സാധനങ്ങള്. എപ്പോ വന്നാലും ഇതിന്റെ സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് അടിയാ. ഇത് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നത് വീട്ടിൽ എനിക്ക് കുടിക്കാനുള്ള. ഇന്റർവെല്ലിന്റെ സ്റ്റുഡൻസ് അവരാണെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ഞാനട്ടത്തേക്ക്. അത് നമുക്ക് ടേബിൾ നോക്കാം. ഇതെന്താ? അത് നമ്മള് കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മമ്മക്കാണ് യൂസ്ഫുൾ ആവും. എന്താ ചെയ്യാ? ഓ ഇതാ ഇപ്രാവശ്യത്തെ കപ്പുമ്പോ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടടാ. മറ്റു നമ്മൾ ആ കപ്പ് നമുക്ക് ഇനി മാറ്റിയിട്ട് നമുക്ക് ഈ കപ്പാക്കാം അല്ലെ. നമുക്ക് ടേബിൾ നോക്കാം അല്ലെ. ഇത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് ക്രാക്ക് ആയിട്ടോ, ഒന്ന് ഒട്ടിക്കണം. ഓ കീച്ചൻ ഇതൊക്കെ വാപ്പ കൊടുക്കാൻ വേണ്ടി ഓടിയത് അല്ലേ. ഓക്കെ ഇത് വാപ്പ കൊടുത്തോ. ഞാനാണെങ്കിൽ കുട്ടികളെക്കാളും കഷ്ടട്ടോ. എന്തായാലും ഈ വർഷത്തെ ഡയറി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഡയറിയും പിന്നെ ഈ ഗ്ലാസ്സും ഒക്കെ കിട്ടി. പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഞാൻ അടിച്ചു മാറ്റിയിട്ട് അവന്മാരുടെ അടുത്തുനിന്ന്. അപ്പോഴേ ഇനി നമ്മളെ വീട്ടിലത്തെ വിശേഷം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ പിന്നെ മങ്കട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പത്തേനും എനിക്കത് ചുണ്ടിന്റെ സൈഡിൽ നല്ല മുറി വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത് നല്ല വിന്റർ സീസണും, പിന്നെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ടുള്ള സംസാരം, വെള്ളം കൂടി ഭയങ്കര കുറവ്, നെറ്റിൻ്റെ ഇവിടെ ഒരു തിളക്കം വെള്ളം കൂടി കുറവായതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മുറി വന്നിക്കുക. അതാണ് സംസാരത്തിനൊരു ഒരു അപാകത. അപ്പോൾ എന്തായാലും മങ്കട വീട്ടിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് എനിക്ക് അങ്ങനെ വിശേഷങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ പോയി എപ്പോഴും എനിക്കൊരു ഇവിടേക്ക് വരുമ്പോൾ എനിക്കൊരു ജോലിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു മൂടുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ പിന്നെ വെറും ഒരു ഉഴപ്പാക്കാൻ കേട്ടോ, വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം കളയും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും അത്ര വിശേഷങ്ങൾ എടുത്തില്ല. എന്നാലും മകളുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോളൂ. ആരെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാം. നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോക്സ് ഇത് എടുത്ത് വെക്കട്ടെ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ബോക്സാ. ഹലോ എക്സ്ക്യൂസ് മീ, ഓക്കെ നോക്കട്ടെ. അപ്പോഴേ ഞങ്ങളിതാ മങ്ങളുടെ വീട്ടിലെത്തിട്ടോ. അപ്പൊ എന്തായാലും എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും വെക്കേഷനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ഒരു 3 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നാളെ സ്കൂൾ വീണ്ടും തുറക്കും. അപ്പൊ ഞങ്ങൾ പോകും. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെയും ഇനിയിപ്പോൾ നമ്മളെ കല്യാണം ആവാറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 സെപ്റ്റംബറിലാണ് കുറ്റൂസിന്റെ കല്യാണം ഉള്ളത്. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങണം. അപ്പൊ ഇങ്ങനെ അതിന്റെ ആൾക്കാരെയൊക്കെ കണക്ക് കൂട്ടുന്നേ, അങ്ങനത്തെ കുറച്ച് എവിടെയൊക്കെയാണ് ഫുഡ് എവിടെ കൊടുക്കേണ്ടത്, ഓഡിറ്റോറിയം ഏതാ നോക്കണ്ടേ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നിട്ട് അതും ഒന്ന് ചർച്ച ചെയ്യണം. അപ്പൊ എന്തായാലും ഞാൻ വേഗം അവരുടെ കഴിഞ്ഞിട്ട് വേഗം കൊണ്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ വീട്ടിൽ. അപ്പൊ ഇതൊക്കെ സ്കൂൾ കൂട്ടിയപ്പോൾ വെക്കേഷന് പരപ്പനങ്ങാടി പോയിരിക്കുകയാണ്. ഇപ്പൊ ഇതെന്ന് വരും, കാരണം നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. പിന്നെ ഇതെല്ലാം കൂടി കണ്ടിട്ട് നാളെ പോകാമെന്നാണ് വിചാരിച്ചത്. നാളെ എന്തായാലും മക്കളുടെ സ്കൂളിൽ പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ വിഷയങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞൂസ് ക്ലിനിക്കിൽ പോയിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്താണ് പോണത്.
ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരാം അപ്പോൾ വെള്ളക്കോണിൽ. ഈ വെയിലത്തന്നെ വേണം. ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം. ഇത് രസമുണ്ട് അല്ലേ? തിരിച്ചു പോകുമ്പോൾ എടുക്കാം പോരെ. ഇതുപോലൊരു വീട് നമ്മളെ വീട്ടിലും ചെയ്യണം. വെറുതെ നടക്കാത്തൊരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അത് കണ്ടോ? അതുപോലത്തെ ഒരു ലൈറ്റ്. അതാണ് ആ പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് അൽഫാം ദാസി. അത് നല്ല ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ കോട്ടയപ്പത്തിൽ ഇവിടെ വരും. ഈവനിങ് എന്നോട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പ്ലാനുണ്ട്. എനിക്ക് വേണ്ടിട്ടോ എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷൻ കണ്ടാൽ പിന്നെ രണ്ട് ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റില്ല. വണ്ടി തുറന്നു കൊടുത്തില്ലേ പാക്കും പാക്കും? കഴിഞ്ഞില്ല? മമ്മൂട്ടി ഫസ്റ്റ് ആയോ? പഠിച്ചോ. ഞങ്ങൾ സ്കൂളിൽ പോവാ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട്. സന്തോഷ അയച്ചിറക്കാൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. കണ്ണൊക്കെ എഴുതിക്കണെന്ന്. അടിപൊളി. സ്കൂളിൽ പോവാ. എവിടെ ചെരുപ്പ്? എവിടെ? ബസ് വരാനാണ് ഞാൻ നോക്കാം. ഓടിക്കോ, രണ്ടാളും ഓടിക്കോ. കുറെ ദിവസം സ്കൂളിൽ പോകുമ്പോഴേ ചെരുപ്പൊക്കെ എവിടെ ഐഡിയ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. ഞങ്ങളുടെ ഇവിടെ മങ്കടലിനുള്ള NCTയിലാണ് കേട്ടോ കുട്ടികൾ പഠിക്കുന്നത്. അതും ഇവിടെ തന്നെയാണ് ആദ്യം പഠിച്ചത്. അതായത് മോണ്ടിസോറി ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അത് 3 ഇവിടെ പഠിച്ചത്. അന്ന് ഞാനും ഇതുപോലെ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടി റോഡ് പോണത്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ ബസ്. ഇത് കാണുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. പിന്നെ അന്ന് ഈവനിങ് സ്കൂൾ വിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ സുലുത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിത വന്നില്ല, കാരണം കുട്ടികൾക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. കാരണം അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പോൾ എന്നാലും ഞാൻ മിന്നിനെ കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ കുഞ്ഞുമോള് ക്ലിനിക്ക് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ. ആദ്യം കുഞ്ചൂസിനോട് ഇതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരണമെന്നൊക്കെ സുലുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ പിന്നെ മിനി ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ മിനിനെ കൂടി കൂട്ടി. മിസൂട്ടനക്കും സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് സുലുത്താൻ്റെ അടുത്തുള്ള ആ ഒരു ക്രെക്സ് ലൈഫിലത്തെ ജിമ്മിന് പോണ അവിടെയാണ്. അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളന്ന് പോയി പിന്നെ ഫുൾ കളിയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എന്തായാലും കുഞ്ഞുമോൾ ഇവിടുന്നാണ് ക്ലിനിക്കിലേക്ക് പോയത്. മിനി തലേദിവസം രാത്രി തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ചൂസ് അത് രാവിലെ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല രസമായിരുന്നു. ഇന്നലെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ കുറച്ച് ദിവസത്തെ ഓട്ടത്തിന് കാരണം നല്ല ക്ഷീണമായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ ഷൈത്തിയും കുട്ടിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ സെറ്റ് സാരി എടുത്തിട്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് ഞാൻ കുറച്ച് മുന്നേ, അതായത് ഈ സെറ്റ് സാരി എൻ്റെ നെയ്ബറിൻ്റെ ആണ് കേട്ടോ. ആസൂട്ടിൻ്റെ മിസ്സാണ്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നോർമലായിരുന്നു. പിന്നെ അത് അതിൻ്റെ ഒരു കുറച്ച് ഷെയ്ഡ് നമ്മൾ എപ്പോഴും എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇത് കലാമിസ്, അപ്പുറത്ത് നമ്മൾ നെയ്ബറില്ലേ അവരുടെയാണ്. അത് ഈസൂട്ടിൻ്റെ മിസ്സ് കൂടിയാണ് കേട്ടോ അവർ. അപ്പോൾ കലാമിസിൻ്റെ സെറ്റ് സാരിയാണിത്. അപ്പോഴേ ബ്ലൗസ് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് മുന്നേ ഞാൻ അന്നൊരു റെഡ് സാരി എടുത്തില്ലേ, ആ സമയത്ത് ഞാൻ ഷബുനാൻ്റെ അടുത്ത്, അതായത് ബിനാസ് ഡിസൈൻ, ബിനാസ് ഞാൻ പറയാൻ ഇവിടെ ആയിട്ടുള്ള ഷോപ്പ് അത്ര ഞാൻ ഇങ്ങോട്ട് ചൂണ്ടി കാണിച്ച് ബിനാസ് ഡിസൈൻസിലാണ് ഇത് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നെക്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ചെയ്തത് നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ ചെറുതായിട്ട് വീഡിയോ ഇവിടെ കാണിക്കാം. എനിക്കങ്ങനെ സക്സസ് ആയില്ല, കാരണം നല്ല തടിയുള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് സെറ്റ് സാരിയും കൂടി എടുത്താൽ കുറച്ചും കൂടി തടി തോന്നിക്കും. അപ്പോൾ ഞാൻ ഒന്ന് മെലിയിച്ചിട്ടാവാം ബാക്കി കാര്യം. അപ്പോൾ ഇതാ ഹാൻഡിലും ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവള് ഈ കയ്യിൻ്റെ താഴെ ഇവിടെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബ്ലൗസ് ഇട്ടിട്ട്. ഈ ഒരു സ്ഥലത്തേക്ക് ഇതിപ്പോ ഏതാ ലൊക്കേഷൻ നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇതിപ്പോ നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗം. കാരണം നമ്മൾ തിരിച്ചു വന്നപ്പോൾ ജാസ്മിൻകുട്ടി ഇവിടെ മൊത്തത്തിൽ മൊത്തം മാറ്റിയിട്ട് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വേറെ വേറെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഈ റൂമിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ ഒരു സംഭവം. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡമ്മിയിൽ ആള് ലേഡി ഓഫ് കേരളന്റെ ഡ്രസ്സും കേട്ടോ ഒക്കെല്ലാം കറക്റ്റ് ആട്ടോ. അന്ന് ഞാൻ ഇതുപോലെ 60 kg ആയിരുന്നു, അപ്പോൾ കറക്റ്റ് ആയിരുന്നു എനിക്ക്. ലേഡി ഓഫ് കേരളന്റെ ഡ്രസ്സും അതുപോലെ നമ്മളുടെ ഈ ഒരു സാഷ കിട്ടിയതും പിന്നെ നമ്മളുടെ ക്രൗൺ കിട്ടിയതും എല്ലാം അതിനകത്ത് വെച്ച് കറക്റ്റ് ആ ലേഡി ഓഫ് കേരളനെ അവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ പറയുക, ആ സാധനങ്ങൾ അവിടെ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു ഓളെ കലാപരിപാടികൾ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. കളുത്തല്ല ബൾബിട്ട പോലല്ല, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്കിൻ കെയർ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഈ വീഡിയോയിൽ പറയണില്ല. അത് നല്ല വിൻ്റർ സീസണാണ്, ഭയങ്കര ഡ്രൈ ആവുന്ന സീസണാണ്. അപ്പോൾ മോയ്സ്ചറൈസറും അതുപോലെ നല്ല മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ, ഞാൻ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ തേച്ചിട്ടുള്ളത്. അതുപോലെ രാവിലെ അതുകൊണ്ട് സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്, വൈറ്റമിൻ സിൻ്റെ ഒരു സെറവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോൾ സ്കിൻ കെയറിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ബ്ലഷും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പരിപാടിക്ക് പോയി അന്നത്തെ മേക്കപ്പ് ചെയ്യുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാറ്. അപ്പം ഇൻഷാല്ലാ ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ശരിക്കുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ അസുകുട്ടൻ്റെയും ഈസുൻ്റെയും ആനുവൽ ഡേ ആണ്. അപ്പോൾ അവരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, ഇന്ന് അതിന് പോകണം. അപ്പോൾ ജാസ്മിൻകുട്ടി വരും, സെൻറ്റ് പോൾസ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം. നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് കാണുന്നതും രാത്രി നല്ലൊരു ക്ലൈമറ്റും നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ എന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ന്യൂ ഇയർ നൈറ്റിൽ ഷൈത്യം സെക്യൂരളിനും എല്ലാവരും സുലുത്താൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.